ചോദ്യം ഒന്നുകൂടി മാറ്റി ചിലർക്ക് ഒരു സാധനം 9,720 രൂപയ്ക്ക് 9,720 രൂപയ്ക്ക് വിറ്റപ്പോൾ 8% ലാഭമുണ്ടായെങ്കിൽ വാങ്ങിയ വില എത്ര? ഓക്കെ, 9 ഓക്കെ. ആൻസർ കിട്ടിയിട്ട് ചിലർക്ക് മറ്റുള്ളവരോട് ചെയ്യാം. ഓക്കെ, 9,720 തന്നെയാണ് വിറ്റ വില. വീണ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്, എന്നോട് ചെക്ക് ചെയ്യൂ.
ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. അത് എന്തോ ഒരു ചെറിയ പ്രയാസമുള്ള പോലെ തോന്നുന്നുണ്ട്. 9720 രൂപയാണ് വിറ്റ വില. ആ വിറ്റപ്പോൾ എത്ര ലാഭം കിട്ടി? 8% ലാഭം കിട്ടി. അപ്പോൾ 100% ആയിരുന്നെങ്കിൽ 108% ആകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വിറ്റ വില എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, വിറ്റ വില എക്സ് ആയിരുന്നു എങ്കിൽ എക്സ് ഇൻറ്റു 108/100 എന്ത്? 9720. 9720. അപ്പൊ എക്സിനെ 108 കൊണ്ട് ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിച്ചതാണ് ഈ 9720. അപ്പൊ ഈ എക്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം സ്വാഭാവികമായിട്ടും എക്സ് എന്തായിരിക്കും? 4 × 2 = 8 ആണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 4 × 2 8 ആണ് എന്ന് പറഞ്ഞാൽ 4 = 8/2 അല്ലെങ്കിൽ 8 ഹരിക്കണം 2 ആണ്. 2 = 8 ഹരിക്കണം 4 ആണ്. അപ്പൊ അവിടെ ഒരു ഹരണം വരുന്നുണ്ട്. എങ്ങനെയാ ഹരണം വരുന്നത്? എങ്ങനെയാണ് ഹരണം വരുന്നത്? 9720 എക്സിനെ 108/100 കൊണ്ട് ഗുണിച്ചതാണ് 9720 എങ്കിൽ എക്സ് എന്താണ്? എക്സ് സമം 9720 ഹരിക്കണം 108/100 ആണ്. ഹരിക്കണം 108/100. ആ ഹരണം നമ്മൾ എന്താക്കും? ഹരണത്തിനെ ഗുണനമാക്കി മാറ്റും. എന്ത് ചെയ്യും? ഈ 108/100 തല തിരിച്ചു. അപ്പൊ എങ്ങനെ കിട്ടും? ഇൻറ്റു 100/108. 100/108 എന്ന് കിട്ടും. അതിനെ നമുക്ക് ഈസി ആയിട്ട് ചെറുതാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും? 9000 എന്ന ആൻസർ കിട്ടും. സംശയം ഉണ്ട് അതില്? അത് 108ഉം 9720 കൂടി വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് 90 എന്ന് കിട്ടും. അത് 108ന്റെ 9 ഇരട്ടിയാണോ 972. അപ്പൊ 108ഉം 972 വെട്ടിപ്പോയാൽ മേലെ 9 എന്ന് കിട്ടും. പിന്നെ അപ്പുറത്തെ 0 ഉണ്ടാവുകൊണ്ട് 90 കിട്ടും. 90 × 100 = 9000. 9000 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് ഏകദേശം ഓക്കെ എന്ന് കരുതുന്നു. ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാറ്റ് ചെയ്യുക. ഓക്കെ എന്ന് പറയുക. അടുത്തേക്ക് പോകുക. 1-2 ആൾക്കാർക്ക് ഉത്തരം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്തു തന്നത്. ആവശ്യമുള്ളത് മാത്രമേ ചെയ്തു തരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകാം. സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ. വെട്ടിയപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിയകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൻസർ മാറിപ്പോകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കോൺസെൻട്രേഷൻ ഉണ്ടായാൽ മതി. എത്ര ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടി. എന്ത് ചെയ്താൽ മതി? വിറ്റ വിലയെ ലാഭമാണെങ്കിൽ ആ ലാഭശതമാനം കൂട്ടിയിട്ട് 100 കൊണ്ട് ലാഭം ശതമാനം കൊണ്ട് ഗുണിച്ചാലാണ് വിറ്റ വില കിട്ടുക. അപ്പൊ വാങ്ങിയ വില കിട്ടണമെങ്കിൽ എന്ത് വേണം? വിറ്റ വിലയെ നമ്മളെ ശതമാനത്തിന് നേരെ എതിരെ കൊണ്ട്, അതായത് തല തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തല തിരിച്ചിട്ട് ഗുണിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹരണാണ്. ഹരണത്തിനെ തല തിരിച്ചിട്ട് ഗുണിക്കുക. വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നൊക്കെ പറയും സാങ്കേതികമായി പറഞ്ഞാൽ. അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അടുത്ത 800 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം
800 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിറ്റപ്പോൾ 160 രൂപ നഷ്ടമുണ്ടായി. 160 രൂപ നഷ്ടമുണ്ടായി എങ്കിൽ നഷ്ടശതമാനം എത്ര? ഓക്കെ, മറ്റുള്ളവരോട് ഒന്ന് ചെയ്യും. ആൻസർ കിട്ടിയിട്ടെങ്കിൽ ചാറ്റ് ചെയ്താൽ മതി. സത്യഭാമ കൂടി ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്യും. എല്ലാവർക്കും 20% കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയാണ്. കാരണം 160 രൂപ നഷ്ടം വന്നു. അപ്പൊ 160 എത്രയിലാ നഷ്ടം വന്നത്? 800-ലാണ്. വാങ്ങിയ വിലയുമ്പോഴാണ് നഷ്ട ലാഭം കണക്കാക്കുക. അപ്പൊ 160/800 ഇൻറ്റു 100. അപ്പൊ 160-ന്റെ ആ 2 പൂജ്യം, 100-ന്റെ 2 പൂജ്യം ഒഴിവാക്കി, അല്ല 800-ന്റെ 2 പൂജ്യം, 100-ന്റെ 2 പൂജ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ താഴെ 8 ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 160/8 അത് 20. അപ്പൊ 20% അതില് വരുന്നത് നഷ്ടം. ഓക്കെ എന്ന് കരുതുന്നു. ഇനി ഒന്ന് ഒരു ചോദ്യം എഴുതിക്കോളൂ. 1200 രൂപയ്ക്ക്
വാങ്ങിയ ഒരു സാധനം 12% നഷ്ടത്തിന് വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 12% നഷ്ടത്തിന് വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? ഓക്കെ, ഓക്കെ. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഈസിയാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശ ധാരണകൾ ഇതിനെ കുറിച്ചുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒന്ന് രണ്ട് കണക്കുകളൂടി ചെയ്ത് നോക്കാം. ഒരു ചോദ്യം ചോദിക്കുള്ളൂ. ഒരു സാധനം 20% നഷ്ടത്തിന് വിറ്റപ്പോൾ 480 രൂപ കിട്ടിയെങ്കിൽ 10% നഷ്ടത്തിന് 10% ലാഭത്തിന് വിറ്റാൽ 10% ലാഭത്തിന് വിറ്റാൽ എന്ത് തുക കിട്ടും? ഓക്കെ, ഒരു സാധനം 20% നഷ്ടത്തിന് വിറ്റപ്പോൾ 480 രൂപ 480 രൂപ കിട്ടിയെങ്കിൽ 10% ലാഭത്തിന് വിറ്റാൽ എന്ത് തുക കിട്ടും? 10% ലാഭത്തിന് വിറ്റാൽ എന്ത് വില കിട്ടും? ഓക്കെ, ഓക്കെ.
സത്യഭാമയ്ക്ക് ആൻസർ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത കണക്കിലേക്ക് പോകും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ അത് നമുക്കറിയാം, വളരെ ഈസി ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് ഏകദേശ ധാരണകൾ ഇതിനെ കുറിച്ചൊക്കെ ഉണ്ട്. ഇപ്പൊ എവിടെയാണ് എന്റെ സപ്പോർട്ട് ആവശ്യം എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഒരു ചോദ്യം എഴുതിക്കോളൂ. 20 മുട്ടകളുടെ വാങ്ങിയ വില 25 മുട്ടകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം എത്ര? ഓക്കെ. ഒരാൾക്ക് ആൻസർ കിട്ടിയിട്ട് ബാക്കിയുള്ളവരും കൂടി ചെയ്ത് നോക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ. അറിയില്ല വീണയ്ക്ക. ഓക്കെ. ഇവിടെ ഒരാൾക്ക് വേണ്ടി പറയൽ നിർബന്ധമാണ്, അതുകൊണ്ട് പറയാണ്. 20 മുട്ടകളുടെ വാങ്ങിയ വില 25 മുട്ടകളുടെ വിറ്റ വിലയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 1 രൂപയാണ് മുട്ടയുടെ വില എന്നാണ് കണക്കാണ് തീരുമാനിക്കുക ആദ്യം. എന്നാലേ ഇതിന് തീരുമാനം ഉണ്ടാവും. അപ്പോ 20 മുട്ടകളുടെ വാങ്ങിയ വില, വാങ്ങാനുള്ള വില 20 രൂപയല്ല, പിന്നെയോ 25 മുട്ടകളുടെ വിറ്റ വിലയാണ്. അപ്പോൾ നമ്മൾ 25 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്, 20 മുട്ടകൾ വാങ്ങാനുള്ള ചെലവ് വരുന്നത്. കാരണം വാങ്ങിയ വില അവിടെ 25ആണ്. അങ്ങനെ വരുമ്പോ നമുക്ക് നഷ്ടം എന്തായാലും നമുക്കറിയാം. എത്ര? 5 രൂപ നഷ്ടം വരുന്ന ഉറപ്പാണ്.
25 രൂപയ്ക്ക് പിന്നെ വാങ്ങിയ സാധനം 20 രൂപയ്ക്ക് വിറ്റ് 5 രൂപ നഷ്ടം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ നഷ്ടം 5 രൂപയാണ്, അല്ലെങ്കിൽ 5ആണ്. എത്രയ്ക്കാ വാങ്ങിയത്? 20 രൂപയ്ക്കല്ല, വാങ്ങിയത് 25 രൂപയ്ക്കാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പ്രത്യേകം പറയും 20 മുട്ടകളുടെ വാങ്ങിയ വില 25 മുട്ടകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ വിറ്റ വില ആ 1 രൂപ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ 25 വരും. അവിടെയാണ് 25 രൂപയ്ക്ക് വാങ്ങിയ സാധനം 20 രൂപയ്ക്ക് വിൽക്കുമ്പോൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ, അത് കണക്ക് ശരിയാവുള്ളൂ. അപ്പൊ 5/25 അത് ഇൻറ്റു 100. 5/25 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 1/5. 1/5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 20% എന്ന് നമുക്ക് ആൻസർ കിട്ടും. വീണയ്ക്ക് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ 1 രൂപയായിട്ട് കണക്കെടുത്താലേ നമുക്കത് ശരിയാവുള്ളൂ. നമ്മൾ ഏതെങ്കിലും 100% പറയുന്നത് പോലെ അല്ലെ, എന്ത് എടുക്കാനും 100%, പിന്നെ അതിക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതേപോലെയാണത് 1 രൂപ എന്നാൽ കണക്ക് കൂട്ടിയാൽ മതി, അപ്പൊ എളുപ്പം കിട്ടും. മറ്റേ അതിന്റെ വില നമുക്ക് അറിയില്ല. ശതമാനം എങ്ങനെയായാലും ഒക്കെ ഓക്കെ ആയിക്കോളും, അതിനെക്കുറിച്ച് ബേജാറാവണം. ഒരു ചോദ്യം കൂടി എഴുതിക്കോളൂ. ഒരു കച്ചവടക്കാരൻ 2 സാരികൾ 120 രൂപ നിരക്കിൽ വിറ്റു. 120 രൂപ നിരക്കിൽ വിറ്റു. ഒന്നാമത്തെ സാരിയുടെ കച്ചവടത്തിൽ 20% നഷ്ടം വന്നു. രണ്ടാമത്തെ സാരിയുടെ കച്ചവടത്തിൽ 20% ലാഭം കിട്ടി. എങ്കിൽ ആകെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം? ലാഭം കിട്ടിയത് 20%, നഷ്ടം കിട്ടിയത് 20%.
എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ലാഭവും നഷ്ടവും ഇല്ല, അത് തെറ്റാണ്. ലാഭവും നഷ്ടവും അല്ല ഉണ്ട്. കാരണം എല്ലാം കണക്കാക്കുന്ന വാങ്ങിയ വിലയിലാണ്. അപ്പൊ ലാഭവും നഷ്ടമൊക്കെ വരും. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ. 4% നഷ്ടം. ഓക്കെ, അത് ശരിയാണ്. 4% നഷ്ടമാണ് തന്നെയാണ് വരുന്നത്. മറ്റു രണ്ടാൾക്കും അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കിട്ടിയ ആള് ഒന്ന് പറഞ്ഞു കൊടുത്താലും മതി മറ്റേ ആൾക്ക് എങ്ങനെയാണ് കിട്ടിയത്. ശുഭ എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും എന്താണ് സംഭവിച്ചത്. അത് ഞാനൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, എന്താണ് ഇക്വേഷൻ? അത് പറഞ്ഞു കൊടുത്താലും മതി. അത് a²/100% നഷ്ടം എന്നാണ് അതിന്റെ വരിക. ഒരേ തുകയ്ക്ക് 2 വസ്തുക്കൾ വിറ്റാല് സെയിം ലാഭവും സെയിം നഷ്ടവും ഉണ്ടായി എപ്പോഴും നഷ്ടം തന്നെ ആയിരിക്കും അതിന്റെ ഒരു എന്താ രീതി. അപ്പൊ എന്താണ് എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്താണ് എന്നവിടെ നോക്കണത് എത്ര ശതമാനം നഷ്ടം അല്ലെങ്കിൽ എത്ര ശതമാനം ലാഭം എന്നുള്ളതാണ് എ കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പൊ ഇവിടെ 20% അല്ലേ പറയണേ. അവിടെ 20 രൂപ നഷ്ടം എന്നുള്ളത് അത് 20% ആക്കി എടുത്തു. ആയിക്കോട്ടെ, അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തത്. x²/100 അല്ലെങ്കിൽ x/10 ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഇനി അതില് സംശയമുള്ളവർക്ക് അതിന്റെ ലോജിക്ക് കൊണ്ട് പറഞ്ഞുതരാം. വളരെ ഈസിയാ, സംഭവം വളരെ ഈസിയാ. എങ്ങനെ കണക്കൂട്ടിയാൽ മതി? 120 രൂപയ്ക്ക് വിറ്റപ്പോ 20% ലാഭം കിട്ടണമെങ്കിൽ വാങ്ങിയ വില 100 ഉറപ്പാണ്. അതില് സംശയം ഉണ്ടോ? 120 രൂപയ്ക്ക് പിന്നെ വിൽക്കണം. അപ്പൊ വാങ്ങിയ വില 100 മാത്രമേ എന്താവുള്ളൂ? 20% ലാഭം കിട്ടുള്ളൂ. 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 120 രൂപയ്ക്ക് വിറ്റാലേ 20% ലാഭം കിട്ടുള്ളൂ. അതല്ലെങ്കിൽ 120നെ എന്ത് ചെയ്യണം? 100/120 കൊണ്ട് ഗുണിച്ചാലും മതി. പിന്നെ എന്താ പറയാ, 100/120 കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. 120നെ 100/120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാങ്ങിയ വില കിട്ടും. അപ്പൊ നമുക്ക് 100 രൂപ, അതായത് 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 120 രൂപയ്ക്ക് വിൽക്കുമ്പോഴേ 20% ലാഭം കിട്ടും. മറ്റേതാണെങ്കിലോ, മറ്റേ 20% നഷ്ടം വരണം എപ്പോ? 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ. അപ്പൊ വാങ്ങിയ വില എങ്ങനെ വരും? 120 × 100/80 എന്ന്. 120 × 100/80. 20% നഷ്ടമാകുമ്പോൾ 80% വരും. അത് ചെറുതാക്കി എത്ര വരും? 150 രൂപ വരും. അപ്പോൾ 100 രൂപയ്ക്ക് ഒരു സാരി വാങ്ങിയത് 100 രൂപയാണ്, മറ്റേ സാരി വാങ്ങിയത് 150. രണ്ടും കൂടി കൂട്ടുമ്പോൾ 250 രൂപയ്ക്ക് വാങ്ങിയ ഇതാണ്. രണ്ട് സാരി കൂടി വാങ്ങിയത് 250. എന്നിട്ട് വിറ്റതോ ഓരോ സാരിക്കും 120. അപ്പൊ 2 സാരിക്കും 240 രൂപയ്ക്ക് ആണ് വിൽക്കുന്നത്. 250 രൂപയ്ക്ക് വാങ്ങി 240 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എന്തായാലും അവിടെ എന്ത് സംഭവിച്ചു? 10 രൂപ നഷ്ടം വന്നു. 10 രൂപ നഷ്ടം വന്നു. ഏതെങ്കിലാ വന്നത്? 250 രൂപയ്ക്കാണ് വാങ്ങിയത്. 10/250. അതിനെ 100 കൊണ്ട് ഗുണിക്കണം. 10/250നെ 100 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. 10/250 × 100, അത് 4% എന്ന ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഒന്നുകിൽ നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. ഇക്വേഷൻ ഓർമ്മയിൽ വരണം. അതാണ് പരീക്ഷയുടെ സമയത്ത് ഓർമ്മയിൽ വന്നില്ലെങ്കിൽ കിട്ടില്ല. ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കാൻ കഴിയുന്ന ആളുകളാണ് ഇക്വേഷൻ തന്നെ ഓർത്താൽ മതി. പിന്നെ ലോജിക്കൊന്നും പ്രശ്നമാക്കണ്ട. മത്സര പരീക്ഷയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഇല്ലാത്ത ആളുകൾ അതിന്റെ ലോജിക്ക് കൂടി മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. നിങ്ങളെ ഇക്വേഷൻ ആണ് ഇക്വേഷൻ, നിങ്ങൾ ചാറ്റ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഈസി? ഞാൻ പറഞ്ഞതാണ്, അത് ഇക്വേഷനാണ്.
ഇക്വേഷൻ ആണ്. ഓക്കെ, മറ്റു രണ്ടാൾ കൂടി. ഇക്വേഷൻ ഒന്നുകൂടി പറയാമോ എന്നാണ്. ഓക്കെ, അത് പറയാം, അത് കുഴപ്പമില്ല. പക്ഷെ ഈ ഇക്വേഷൻ ഒരു ഫാൾട്ട് എവിടെയെന്ന് വിചാരിച്ചാല് ഇപ്പൊ ചോദ്യം ഇപ്പോ 20% ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ഒന്ന് 20%, ഒന്ന് 30% ആയ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ മിക്കവാറും നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യം വരുള്ളൂ. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷേ ശ്രദ്ധിക്കണം, രണ്ടും ഒരേപോലെയാണോ, 20% അല്ലെങ്കിൽ 30% ആണോ, അല്ലെങ്കിൽ 10% ആണോ എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ഇക്വേഷൻ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി പറയാം. എന്താണ് പറയേണ്ടത്? A² വേണോ X² വേണോ? ഏത് വേണം? ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇക്വേഷൻ എന്ന് പറയുന്നത് ആ സ്ക്വയർ ഒന്നും ഇവിടെ എഴുതാൻ കഴിയില്ല. ഇങ്ങനെ അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. x/10 ഹോൾ സ്ക്വയർ എന്നിട്ടാൽ മതി. x/10 ഹോൾ സ്ക്വയർ, x/10 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ x²/100 അതും എഴുതാട്ടോ. x²/100 രണ്ടും ഒന്ന് തന്നെയാണ്. x²/100 അങ്ങനെ ആയാലും മതി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരുപോലെയാണോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇനി എവിടെയാണ് സംശയം എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വരികയാണെങ്കിൽ അത് എടുക്കാമായിരുന്നു. ആവശ്യമില്ലാത്തത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിൽ എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ അതിനനുസരിച്ചിട്ട് നാളെ ക്ലാസ് എടുത്ത് തരാം. അപ്പൊ അത് നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ചാറ്റ് ചെയ്താൽ, ഈ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.